വസീഫ് ഉണ്ട്. ശ്രീ വസീഫ്, ഇതാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടനയുടെ പ്രവർത്തനം? പോലീസ് ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കേസെടുത്താൽ പോലീസിനെ ജീപ്പ് അടിച്ചു പൊട്ടിക്കുക, അയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ പോലീസിനെ ഭീഷണിപ്പെടുത്തി മോചിപ്പിച്ചുകൊണ്ട് പോവുക, ഇതൊക്കെയാണോ ഡിവൈഎഫ്ഐ പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു യുവജന സംഘടനാ പ്രവർത്തകർ ചെയ്യേണ്ടത്? അല്ല, തീർച്ചയായിട്ടും അത് ഡിവൈഎഫ്ഐ എന്നുള്ളതല്ല, യൂത്ത് കോൺഗ്രസും ചെയ്യാൻ പാടില്ല, ഡിവൈഎഫ്ഐ ചെയ്യാൻ ഒരു യുവജന സംഘടനയും ചെയ്യാൻ പാടില്ല. പറഞ്ഞോട്ടെ സാറേ, നിങ്ങൾ തിരുവനന്തപുരത്ത് പോലീസിന്റെ വാഹനം, പിങ്ക് പോലീസിന്റെ വാഹനം, അതും മറ്റ് പോലീസല്ല, പിങ്ക് പോലീസ് എന്ന് പറയുമ്പോൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർ സഞ്ചരിക്കുന്ന വാഹനം DCC ഓഫീസിന്റെ മുൻവശത്ത് വെച്ച് VD സതീശൻ എന്ന് പറയുന്ന കേരളത്തെ കലാപഭൂമിയാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ആഹ്വാന പ്രകാരം അടിച്ചു പൊളിച്ച സംഭവം കേരളത്തിലാണുള്ളത്. ആ പ്രതിപക്ഷ നേതാവിനെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തെയും ഷാഫി പറമ്പിൽ MLA ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഏത് സമാധാന അന്തരീക്ഷത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആരെയും അറസ്റ്റ് ചെയ്യേണ്ടതാണ്. കേരളത്തിൽ ഉടനീളം വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി രാജ്യദ്രോഹ സ്വഭാവമുള്ള കുറ്റം ചെയ്ത യൂത്ത് കോൺഗ്രസിന്റെ പ്രതികളെയും അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷം നിലനിൽക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഡിവൈഎഫ്ഐ പ്രവർത്തിക്കും. അതിന് ആരൊക്കെ തടസ്സം സൃഷ്ടിക്കുന്നോ അവരെയൊക്കെ സംഘടനക്കകത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അവരെ അതിനനുസരിച്ച് താക്കീത് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾ പോവുകയും ചെയ്യും. ഇതേ താല്പര്യം മാതൃഭൂമിയോട് ഉൾപ്പെടെ ഞങ്ങൾക്ക് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസ് ചെയ്യുന്ന അക്രമ പ്രവർത്തനങ്ങളെയും അതിന് കുടപിടിക്കുന്ന സംസ്ഥാന നേതൃത്വത്തെയും പ്രതിപക്ഷ നേതാവിനെയും വിലയിരുത്താൻ കൂടി മാന്യത കാണിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുക. ഒരു മാന്യതക്കുറവുമില്ല ശ്രീ വസീഫ്. അക്രമങ്ങൾ ആര് ചെയ്താലും അത് പറയാറുണ്ട്. ഈ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സാധാരണക്കാരൻ്റെ ജീവിതം അപകടകരമാകുന്ന നിലയിലേക്ക് പോകരുത്, ഈ അക്രമത്തിലേക്കല്ല പോകേണ്ടത് എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ പറയാറ്. ഏത് സംഘടനയും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്താൽ അതിനെതിരെ നടപടി വേണം. അത് പോലീസും ഒക്കെ ഈ സർക്കാർ ഭരിക്കുന്നതല്ലേ. പിങ്ക് പോലീസിന് വണ്ടി അടിച്ചവർക്ക് നടപടിയെടുക്കട്ടെ. അല്ലാതെ ഈ ഡിവൈഫൈ ചെയ്ത അല്ലെങ്കിൽ പെറ്റി കേസ് എടുത്തതിൻ്റെ പേരിൽ പ്രതികാരം തീർക്കുന്ന പോലീസിൻ്റെ വണ്ടി ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുന്നവരോട് പ്രതികാരം തീർക്കുന്നവരെ ന്യായീകരിക്കാൻ മറ്റ് കേസുകൾ നിർത്തുന്നതിൽ എന്ത് യുക്തിയാണുള്ളതെന്ന് അറിയില്ല. അതിലും നടപടിയാണ് വേണ്ടത്. എന്തായാലും വസീഫിൻ്റെ ഫോൺ കട്ടായിട്ടുണ്ട്.